ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 81. അർച്ചിഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ അപ്രതിരഥ പ്രദ്യുമ്നോ അമിത വിക്രമ. ഹരി ഓം. ഹരി ഓം. 633 നാമം അർച്ചിഷ്മാൻ. അർച്ചിസ് എന്നാൽ പ്രഭ, ശോഭ, കാന്തി. സൂര്യചന്ദ്രാദികൾക്ക് കൂടെ ഒരു പ്രഭയെ, ശോഭയെ കൊടുക്കുന്ന ഏറ്റവും മുഖ്യമായ തേജസ്സുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അർച്ചിഷ്മാൻ. 634 നാമം അർച്ചിത. സകല ജനങ്ങളാലും പൂജിക്കപ്പെടുന്ന, ബ്രഹ്മാദി ദേവന്മാർ പോലും പൂജിക്കുന്നത് ആരെയാണ്? ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ്. എന്നതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അർച്ചിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ അർച്ചിത. 635 നാമം കുംഭ. പ്രളയകാലത്തിൽ എല്ലാ ജീവജാലങ്ങളും ഒരു കുടത്തിലേക്ക് എന്ന പോലെ പോയി അവിടെ സംക്ഷേപിക്കപ്പെടുന്നത് എവിടെയാണ്? ഭഗവാന്റെ ഉദരത്തിലാണ്. അപ്പോൾ ഭഗവാന്റെ ഉദരം ഒരു കുടത്തിന് സമാനമാകുന്നു. അങ്ങനെ ഒരു കുടത്തിൽ എന്നതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാനിൽ സംക്ഷേപിക്കപ്പെടുന്നു എന്നതിനാൽ കുംഭ. 636 നാമം വിശുദ്ധ ആത്മാ. വിശുദ്ധാത്മാ. ആ പരമാത്മസ്വരൂപത്തിന് സത്വരജ തമോ ഗുണങ്ങൾ ഇല്ല. ത്രിഗുണാതീതനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ആത്മാവോട് കൂടിയവൻ എന്നതിനാൽ വിശുദ്ധ ആത്മാ. 637 നാമം വിശോധന. ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രം പാപങ്ങൾ തീർത്ത് ശുദ്ധി വരുത്തുന്നവൻ എന്ന അർത്ഥത്തിൽ വിശോധന. ശോധന ചെയ്യുക എന്നാൽ വൃത്തിയാക്കുക എന്നർത്ഥം. അതാണ് വിശോധന. 638 നാമം അനിരുദ്ധ. ഭഗവാന്റെ ചതുർവ്യൂഹത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ ചതുർവ്യൂഹത്തിലെ 4ാമത്തെ ആളായിട്ടുള്ള അനിരുദ്ധനെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു പേര് വരുന്നത് ശത്രുക്കളാൽ നിരോധം ചെയ്യാൻ, തടയാൻ സാധിക്കാത്തവൻ, ശത്രുക്കളാൽ ഒരിക്കലും നിരുദ്ധനല്ല എന്നതിനാൽ അനിരുദ്ധ. 639 നാമം അപ്രതിരഥ. പ്രതിരഥം എന്നാൽ എതിർക്കുക. ഭഗവാനെ എതിർക്കാൻ ആരുമില്ല എന്നതിനാൽ അപ്രതിരഥ. 640 നാമം പ്രദ്യുമ്ന. നേരത്തെ പറഞ്ഞ ആ ഒരു ചതുർവ്യൂഹത്തിലെ 3ാമത്തെ മൂർത്തിയാണ് പ്രദ്യുമ്നൻ. അങ്ങനെ പ്രദ്യുമ്ന മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ പ്രദ്യുമ്ന. ഇവിടെ ദ്യുമ്നം എന്നാൽ വളരെയധികം ധനം എന്നാണ് അർത്ഥം. അപ്പോൾ ശ്രേഷ്ഠമായ ധനമുള്ളവൻ പ്രദ്യുമ്ന. 641 നാമം അമിത വിക്രമ. എത്രയെന്ന് കണക്കാക്കുവാൻ സാധിക്കാത്ത അത്രയും പരാക്രമമുള്ളവൻ, അമിതമായ വിക്രമത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ അമിത വിക്രമ. ഹരി ഓം.